രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. ഞാൻ വീക്ക്ലി ടൈസ് ഒക്കെ കുളിക്കും, പക്ഷേ ഇതുപോലെ ഓയിൽ ഇട്ട് കുളിക്കുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ. അപ്പോൾ എൻ്റെ ഓയിൽ തീർന്നുകൊണ്ട് നമുക്ക് ഓയിൽ ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ ഓയിൽ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ച് വെർജിൻ കോക്കനട്ട് ഓയിലിലേക്ക് റോസ്മേരിയും കറിവേപ്പിലയും ഉള്ളിയും ഉലുവയും ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് കുറച്ച് ഇളം ചൂടിൽ തലയിൽ തേക്കാനാണ് നോക്കുക. അപ്പം ഈ മുട്ട പൊട്ടിക്കുന്നത് ഓംലെറ്റ് അടിക്കാനല്ല, ഇതും തലയിൽ തേക്കാനാണ്. ഈ വീഡിയോ എടുത്തിട്ട് പിന്നെ നോക്കുമ്പോൾ ഞാൻ കണ്ടത് സൈഡിലേക്കൂടെ ഒരു തവള തുള്ളി തുള്ളി പോകുന്നുണ്ട്. അങ്ങനെ ബാക്കി തന്നെ നമ്മൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ചെടുത്തിട്ട് തലയിൽ തേക്കുന്നതാണ്. അപ്പം ചെറിയൊരു ഇളം ചൂടുണ്ട്. അപ്പം ഇത് ഞാൻ എൻ്റെ സ്കാൽപ്പിൽ മൊത്തം തേച്ച് കൊടുക്കുന്നതാണ്. സ്കാൽപ്പിൽ മാത്രമല്ല, ഹെയർ സ്റ്റാൻഡ്സിലും ഹെയർ എൻഡ്സിലും ഒക്കെ ഞാൻ എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല അടിപൊളി മസാജ് ചെയ്ത് കൊടുക്കുക. തവളേനെ പിടിച്ചിട്ട് ഞാൻ എന്തായാലും ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. എണ്ണ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ മുട്ടയാണ് തേച്ച് കൊടുക്കുന്നത്. മുട്ട വെച്ച ശേഷം ഒരു 15 മിനിറ്റും വെക്കുന്നുണ്ട്. വെയിലത്തൊന്നും പോയി നിന്ന് ഓംലെറ്റ് ആവാതെ സൂക്ഷിക്കുക. അതിനുശേഷം ഒരു മൈൽഡ് ഷാമ്പു ഇട്ടിട്ട് കുളിക്കുകയാണ് ചെയ്യുന്നത്. ഷാമ്പു നമ്മൾ കുറച്ചേ ഇട്ടെടുത്തുള്ളൂ, ബിക്കോസ് എഗ് ആക്ട് ആസ് എ നാച്ചുറൽ ഷാമ്പു. അതുകൊണ്ട് തന്നെ അത് ഹെയർ സ്ട്രെങ്തൻ ചെയ്യും. പിന്നെ നല്ല പ്രോട്ടീൻ കണ്ടന്റും ഉണ്ട്. പിന്നെ മുടി ഇങ്ങനെ ചറവറാന്ന് ഉറക്കാൻ പാടില്ല, മുടി പൊട്ടിപ്പോകാൻ എല്ലാ ചാൻസും ഉണ്ട്. സ്കാൽപ്പ് ഇങ്ങനെ മെല്ലെ മെല്ലെ ഒപ്പിക്കൊടുക്കും. പണ്ടൊക്കെ എൻ്റെ അമ്മ മുടി തോർത്തുന്ന ആലോചിക്കും എൻ്റെ അമ്മ. അതിനുശേഷം മുടിക്ക് 2 തല്ലും ഉണ്ട് തോർത്ത് വെച്ചിട്ട്. അതിനുശേഷം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത റോസ്മേരി വാട്ടറാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. സ്കാൽപ്പിൽ സ്പ്രേ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി മസാജ് ചെയ്തിട്ട് പിന്നെ ഞാൻ എൻ്റെ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഡെയിലി ബ്ലോ ഡ്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. ഞാൻ എന്തായാലും 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. മുടി എന്തായാലും ഞാൻ ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നല്ല സിൽക്കി ആയിട്ടുണ്ട്. അത് നമ്മൾ ആ മുട്ട തേച്ചതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ സിൽക്കി ഹെയർ വേണമെങ്കിൽ ഒരു 2 വീക്സ് കൂടുമ്പോൾ ഈ ഒരു എഗ് മാസ്ക് ഇട്ട് നോക്കൂ. ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തി കഴുകിക്കളയും, അല്ലെങ്കിൽ നല്ല ചീന നാട്ടായിരിക്കും. നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാനില്ല എല്ലാ വഴിയും ഞാൻ കാണുന്നുണ്ട്. അപ്പം ശരിടാ, ബൈ.